ഇത് ഏപ്രിൽ മാസമാണ്, കഠിനമായ ചൂട് അനുഭവപ്പെടുന്ന സമയം. ഈ കാലയളവിൽ മരങ്ങൾ സ്വാഭാവികമായും അല്പം വാടിയ പ്രതീതി പ്രകടിപ്പിക്കാറുണ്ട്. ഈ സാഹചര്യത്തെ അഭിമുഖീകരിച്ചപ്പോൾ ഞങ്ങൾ ഒരു പ്രത്യേക ഔഷധലായനി വെള്ളത്തിൽ കലർത്തി അത് ഉപയോഗിച്ച് ഞങ്ങളുടെ ചെടികൾക്ക് വ്യവസ്ഥാപിതമായി നനച്ചു. തഫലമായി ഇലകൾ വീണ്ടും പച്ചപ്പ് വീണ്ടെടുത്തു. ഈ പ്രക്രിയ ഒരു പ്രതികൂല ഫലവും ഉണ്ടാക്കിയില്ല, മറിച്ച് ഇത് മികച്ച ഗുണങ്ങൾ നൽകി. മുമ്പ് തവിട്ടുനിറത്തിൽ കാണപ്പെട്ട ഇലകൾ ഇപ്പോൾ തിളക്കമുള്ള പച്ചയായി മാറിയിരിക്കുന്നു. കൂടാതെ സസ്യങ്ങളുടെ തടികൊണ്ടുള്ള തണ്ടുകൾ മുമ്പത്തേക്കാൾ കട്ടിയുള്ളതായി വളരാൻ തുടങ്ങിയിരിക്കുന്നു. തുടക്കത്തിൽ സസ്യങ്ങൾ വളരെ നേർത്തതായിരുന്നു, ഇപ്പോൾ ഗണ്യമായ വളർച്ചയ്ക്ക് വിധേയമായതിനാൽ അവ കരുത്തുറ്റതും ശക്തവുമായി കാണപ്പെടുന്നു. എന്റെ പേര് രാജഗോപാൽ. ഞാൻ സേലം ജില്ലയിലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് ആകെ 6 ഏക്കർ ഭൂമിയുണ്ട്. ഇതിൽ 4 കുരുമുളക്, മാങ്ങ, ചക്ക, ഓറഞ്ച് മരങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ വിളകൾ ഞാൻ കൃഷി ചെയ്യുന്നു. ഇവയിൽ കുരുമുളക് വള്ളികൾ മാത്രം ഏകദേശം 1200 എണ്ണം. അടുത്തിടെ കടുത്ത ചൂട് കാരണം കുരുമുളക് വള്ളികൾ വാടിപ്പോകുന്നതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം തിരയുന്നതിനിടയിൽ യൂട്യൂബ് വഴി അഭിമാൻ എന്ന ഉൽപ്പന്നത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. APKS ഓർഗാനിക്സ് നിർമ്മിക്കുന്ന ഈ ഉൽപ്പന്നം ഉപയോഗത്തിന് അനുയോജ്യമാകുമെന്ന് എനിക്ക് വിവരം ലഭിച്ചു. ഈ ഉപദേശമനുസരിച്ച് ഞാൻ ഉൽപ്പന്നം വാങ്ങി അന്നുമുതൽ അത് ഉപയോഗിച്ചു വരുന്നു. ഇന്നുവരെ 15 ദിവസത്തെ ഇടവേളകളിൽ ഞാൻ ഈ ഉൽപ്പന്നം 3 തവണ പ്രയോഗിച്ചു. തൽഫലമായി സസ്യങ്ങൾ അവയുടെ പച്ച നിറം വീണ്ടെടുത്തു, വീണ്ടും ആരോഗ്യമുള്ളതായി. മാത്രമല്ല, വേനൽക്കാലത്തെ ചൂടിന്റെ കഠിനമായ ആഘാതത്തെ അവ ഇപ്പോൾ ഫലപ്രദമായി നേരിടുന്നു. അതുപോലെ കൊക്കോമാക്സ് എന്ന ഉൽപ്പന്നം തെങ്ങുകൾക്ക് ഗുണകരമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അതും വാങ്ങി പ്രയോഗിച്ചു. തുടക്കത്തിൽ 2 ലിറ്റർ പരീക്ഷണ ഡോസേജിൽ ഞാൻ പ്രയോഗിച്ചു. തൽഫലമായി മുമ്പ് ഉണ്ടായിരുന്ന മഞ്ഞകലർന്ന നിറം അപ്രത്യക്ഷമായി. മരങ്ങൾ ഇപ്പോൾ ഒരു വ്യതിരിക്തവും ഊർജ്ജസ്വലവുമായ പച്ച നിറം കാണിക്കുന്നു. യൂട്യൂബ് വഴി ഈ ഉൽപ്പന്നത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഇളം തേങ്ങകൾ കൊഴിയുന്നത് തടയാൻ ഇത് സഹായിക്കുമെന്ന് പ്രസ്താവിച്ചു. വലിയ മരങ്ങൾക്ക് മാത്രമല്ല, ചെറിയ മരങ്ങൾക്കും ഇത് ഉപയോഗിക്കാൻ കഴിയുമെന്ന് ഞാൻ സ്ഥിരീകരിച്ചു. അതനുസരിച്ച് ഞാൻ അത് 3 തവണ പ്രയോഗിച്ചു. തൽഫലമായി സസ്യങ്ങൾ ശക്തമായി വളർന്നു, അവയുടെ തടികൾ കട്ടിയുള്ളതും ശക്തവുമായി വളർന്നു. മുമ്പ് മെലിഞ്ഞിരുന്ന സസ്യങ്ങൾ ഇപ്പോൾ കരുത്തുറ്റതും വലുതുമായ മാതൃകകളായി വളർന്നിരിക്കുന്നു.